ഓസ്ട്രിയൻ സമൂഹത്തിന്റെ ശാന്തമായ താളം തെറ്റിച്ചുകൊണ്ട് 2025 ഡിസംബർ മാസം 14-ാം തീയതി സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ അരങ്ങേറിയ ഭീകരാക്രമണം രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ജൂത വിഭാഗക്കാരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ഹനൂക്കായുടെ ആദ്യ ദിനത്തിൽ വിശുദ്ധിയുടെയും വെളിച്ചത്തിന്റെയും ഉത്സവം കൊണ്ടാടാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ സമയത്താണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. അപ്രതീക്ഷിതമായ വെടിവയ്പിൽ 15 നിരപരാധികൾ കൊല്ലപ്പെടുകയും 40 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ഈ സംഭവത്തെ തീവ്രവാദ ആക്രമണമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയൻ പ്രാദേശിക സമയം വൈകിട്ട് 6:30ഓടെയാണ് ബോണ്ടി ബീച്ചിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വെടിവയ്പ് ആരംഭിച്ചത്. ഹനൂക്ക ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ ബീച്ചിലും സമീപ പ്രദേശങ്ങളിലും ഒത്തുചേർന്നിരുന്നു. പാകിസ്ഥാൻ വംശജരായ 2 അക്രമികൾ ആൾക്കൂട്ടത്തിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. തുടർച്ചയായി വെടിവെപ്പ് കേട്ട ആളുകൾ പരിഭ്രാന്തരായി നിലവിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പരക്കം പാഞ്ഞു. ഈ ഓട്ടത്തിനിടയിലും ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലുമാണ് പലർക്കും വെടിയേറ്റത്. ദൃക്സാക്ഷികളുടെ മൊഴികൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ ജൂത വിഭാഗക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നതെന്നാണ്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണെന്ന് ഓസ്ട്രേലിയൻ പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പങ്കെടുത്ത ഇയാളെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു. സാജിദ് അക്രം ലൈസൻസ് ഉള്ള തോക്ക് ഉടമയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പോലീസ് അന്വേഷണത്തിൽ പുറത്തുവന്നു. ഇയാളുടെ പേരിൽ 6 തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് ഈ 6 തോക്കുകളും ഉപയോഗിച്ചതാകുമെന്നും പോലീസ് സംശയിക്കുന്നു. ഇയാളുടെ ജൂതവിരോധമാണ് ആക്രമണത്തിന് പ്രധാന കാരണം. സാജിദ് അക്രമിന്റെ മകനായ നവീദ് ആക്രമണത്തിൽ സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ ഇയാൾ സിഡ്നിയിലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ്. ഓസ്ട്രേലിയയിലെയും പാകിസ്ഥാനിലെയും സർവകലാശാലകളിൽ ഇയാൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അച്ഛനും മകനും മാത്രമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെട്ടതെങ്കിലും മൂന്നാമതൊരാളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് സംഭവത്തെ ഒരു ഭീകരാക്രമണമായി പ്രഖ്യാപിച്ചതോടെ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലേക്ക് കടന്നു. ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ ആക്രമണങ്ങളെക്കുറിച്ച് അവർ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുമുള്ള പ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഏറ്റവും ഗൗരവകരമായ കണ്ടെത്തൽ ആക്രമണം നടന്ന സ്ഥലത്തിന് സമീപത്ത് നിന്നും പോലീസ് 2 സജീവമായ ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്നതാണ്. ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് വെടിവയ്പ് ഒരു തുടക്കം മാത്രമായിരുന്നുവെന്നും വൻ സ്ഫോടന പരമ്പരകളിലൂടെ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്താൻ പ്രതികൾ പദ്ധതി ഇട്ടിരുന്നുവെന്നുമാണ്. കൃത്യമായ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ ഐഡികൾ. അക്രമികളുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ASIO സംഭവത്തിന് പിന്നിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പങ്കാളിത്തം പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട സാജിദ് അക്രമിനും 6 വർഷം മുമ്പ് ISന്റെ സിഡ്നി സെല്ലുമായി ബന്ധമുണ്ടായിരുന്നു എന്ന വിവരം ASIO ഗൗരവമായി കണക്കിലെടുക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂതവിരോധം തലയ്ക്ക് പിടിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സർക്കാർ ഈ വിഷയത്തിൽ ഓസ്ട്രേലിയക്ക് മുൻപ് തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ് സിഡ്നി പ്രാന്തപ്രദേശങ്ങളായ ബോണിറിഗിലെയും ക്യാപ്സിയിലെയും അക്രമികളുടെ താമസ സ്ഥലങ്ങളിൽ സെർച്ച് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ ഭീകരതയ്ക്കിടയിലും മനുഷ്യത്വത്തിന്റെ പ്രകാശമായ ഒരു സംഭവം മാധ്യമങ്ങൾ ശ്രദ്ധ നേടി. 43 വയസ്സുള്ള അഹമ്മദ് അൽ അഹമ്മദ് എന്ന വഴിയാത്രക്കാരൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടത്തിയ ധീരമായ ഇടപെടലാണ് കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചത്. വെടിവെപ്പിനിടെ ഒരു അക്രമിയെ കീഴടക്കി അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൈവശപ്പെടുത്താൻ അഹമ്മദിന് കഴിഞ്ഞു. ഈ ധീരമായ നടപടിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. രാജ്യാന്തര പ്രശംസ ഏറ്റുവാങ്ങിയ അഹമ്മദ് അൽ അഹമ്മദ് ഓസ്ട്രേലിയൻ സമൂഹത്തിന് ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി മാറി. ബോണ്ടി ബീച്ചിലെ കൂട്ടക്കൊല ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് സംഭവത്തെ ഞെട്ടിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമെന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം പോലീസിന്റെയും ദ്രുത പ്രതികരണ വിഭാഗത്തിന്റെയും ഇടപെടലിനെ പ്രശംസിച്ചു. ഓസ്ട്രേലിയയിലെ ജൂതരെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും എതിരെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഓസ്ട്രേലിയയിലെ വിവിധ മുസ്ലിം സംഘടനകളും വെടിവെപ്പിനെ ശക്തമായി അപലപിക്കുകയും ജൂത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ ആക്രമണം ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. പലസ്തീൻ പ്രശ്നത്തിലെ ജൂതവിരോധമാണ് ഈ ആക്രമണത്തിന് കാരണമായതെന്ന നിഗമനത്തിലേക്ക് അധികൃതർ എത്തുന്നു. ഓസ്ട്രേലിയ പൊതുവെ ലോകത്തിലെ ഏറ്റവും സമാധാനപരവും ബഹുസ്വരവുമായ സമൂഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സിഡ്നിയിലെ ബോണ്ടി ബീച്ച് പോലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരു മതവിഭാഗത്തിന്റെ ആഘോഷത്തിനിടെ നടന്ന ഈ ഭീകര ആക്രമണം ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ സുരക്ഷാ ബോധത്തെ കാര്യമായി തന്നെ ബാധിച്ചു. മതസൗഹാർദ്ദത്തിനും സമാധാനപരമായ സഹവർത്തത്തിനും പേരുകേട്ട ഒരു രാജ്യത്ത് ജൂത വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗ
വിഭാഗങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ഓസ്ട്രേലിയൻ പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കി. തീവ്രവാദ ഭീഷണി ലഘൂകരിക്കുന്നതിനും ഭീകരവാദ സെല്ലുകളുടെ പ്രവർത്തനം കണ്ടെത്തുന്നതിനുമായി ASIO ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നു. ഈ സംഭവം ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചും രാജ്യത്തിനകത്തെ തീവ്രവാദ ചിന്താഗതികളെക്കുറിച്ചുമുള്ള പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണം ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. 15 പേരുടെ ജീവനെടുത്ത ഈ ക്രൂരകൃത്യം ജൂത വിഭാഗത്തോടുള്ള വിരോധം തലയ്ക്ക് പിടിച്ച അച്ഛനും മകനും ചേർന്ന് ആസൂത്രണം ചെയ്തതാണ്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതും പ്രതികൾ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന സൂചനകളും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ അഹമ്മദ് അൽ അഹമ്മദിനെ പോലുള്ള ധീരരായ പൗരന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ ഐക്യവും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്നു. ഭീകരാക്രമണത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പോലീസ്.